ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കും കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ്. വീഡിയോ ഫുള്ളായും കാണണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നിസ്കാരവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തൊന്ന് ഇറങ്ങിക്കുകയാണ്. അപ്പോൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചീര ഒക്കെ ഒന്ന് ഉഷാറായി വന്നിട്ടുണ്ട്. കുറച്ച് കഞ്ഞിവെള്ളവും പഴത്തൊലി എല്ലാം ഒന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം നമ്മളത് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ നല്ല ഗ്രോത്തോടു കൂടെ തന്നെ നമ്മളെ ചീരയും ഓരോ ചെടികളും വളർന്ന് വരുന്നുണ്ട്. അതുപോലെ മുളകും തൈ ഉണ്ട്, അതൊക്കെ പൂവിടാൻ തുടങ്ങി കേട്ടോ. രണ്ട് മഴ കിട്ടിയ കാരണം അവർക്കൊക്കെ ഒന്ന് ഉഷാറാവാനും പറ്റി. നമ്മളെ പ്ലാവാണിത്. അടിപൊളി ചക്കയാണ് കേട്ടോ. നല്ല ഇടിച്ചക്കയാണെങ്കിലും അതുപോലെ നല്ല എന്താ പറയുക, വറുക്കാനും ഒക്കെ നല്ല അടിപൊളി ചക്കയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പ് തുറ വിശേഷങ്ങളാണ് കൂടുതലായും കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണണം. അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും. ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ഓരോ വീഡിയോയിലും ആ കമൻറ്റൊക്കെ ഒന്ന്, നിങ്ങളുടെ കമൻറ്റാണ് നമുക്ക് കൂടുതലും നമ്മളെ വീഡിയോ മുന്നോട്ട് പോകാനുള്ളൊരു എന്തായാലും ചവിട്ടുപടി എന്നൊക്കെ പറയാമല്ലേ. അപ്പോൾ നമ്മളിന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇന്നലെ രാത്രി നമ്മൾ കുറച്ച് അരിയൊക്കെ എന്താ പറയുക, ഉഴുന്നും അരിയും ഒക്കെ ഒന്ന് അരച്ച് വെച്ചിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നല്ല ഉഷാറായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ കറിയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് പൊരിച്ചെടുത്തതിന് ശേഷമാണ് കറി വെക്കുന്നത്. ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവാനും ഇങ്ങനെ പൊരിച്ചെടുത്തതിന് ശേഷം കറി വെക്കുകയാണ് നല്ലത്. ഈ കോഴിയുടെയൊക്കെ ഒരു പച്ചമണം പോവാനും പിന്നെ ഒരു എന്താ പറയുക, പൊരിച്ച കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ പത്തിരിയിലേക്കാണെങ്കിലും ദോശയിലേക്കൊക്കെ അടിപൊളിയാണ്. പിന്നെ നമുക്കിതിന്ന് ചിക്കനായിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ കോരിയെടുക്കുകയും ചെയ്യാം. അങ്ങനെ ചിക്കനൊക്കെ ആയതിനു ശേഷം കോരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സവാളയും പച്ചമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് പൊടികളൊക്കെ ചേർത്ത് നന്നായി പൊടികളൊക്കെ ഒന്ന് വെന്ത് ഒന്ന് സെറ്റായതിനു ശേഷമാണ് നമ്മൾ പൊരിച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മളെ കറിയൊക്കെ ആയിക്കൊണ്ടിരിക്കേണ്ട സമയത്ത് നമ്മളെ അയൽവാസി കുറച്ച് എന്താ പറയുക ഇന്നിത്തണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പാണെങ്കിലും ഇതുപോലുള്ള സാധനങ്ങളൊന്നും ഞാൻ കളയാറില്ല. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയ ഓരോ സംഭവങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ചെറിയൊരു ഇടിച്ചക്ക കൂടെ എടുത്തിട്ടുണ്ട്. അതൊക്കെ കഷ്ണാക്കി ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മുതിരയാണ് എടുക്കുന്നത്. അപ്പോൾ മുതിര കുറച്ചധികം തന്നെ നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വെറുതെ നമുക്ക് ഒരു വിഭവം വേണ്ട, ശരിക്കും നമുക്ക് കഞ്ഞിയും ഈ ഇടിച്ചക്കയും എന്താ പറയുക എണ്ണിത്തണ്ടൊക്കെ വെച്ച പുഴുക്ക് അടിപൊളി ടേസ്റ്റോടു കൂടി തന്നെ നമുക്കിത് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റായിരിക്കും. കാരണം നമ്മൾ ബീഫ് അതുപോലെ പത്തിരി കോഴി ചിക്കൻ ഇതൊന്നും കഴിക്കാതെ അത് മാത്രം കഴിച്ച് നോക്കുമ്പോൾ അത്രയും ടേസ്റ്റ് നമുക്ക് നമ്മളെ ഈ ഉപ്പേരിക്ക് തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ ഒരു കുക്കറിലിട്ടതിന് ശേഷം കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ കൂട്ടാൻ വേവണ സമയത്ത് നമുക്ക് പെട്ടെന്ന് അതിലേക്ക് വറവിനുള്ള സാധനങ്ങൾ ഒരുക്കിയെടുക്കാം. ഒരു വലിയൊരു സവാള എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളിയാണ് കൂടുതൽ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടായിരുന്നുള്ളൂ, അത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വറ്റൽമുളക് ഇല്ലാത്ത കാരണം പച്ചമുളക്, നന്നായി പഴുത്ത പച്ചമുളകും കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ്. പിന്നെ കടുക് വറുത്തതിന് ശേഷമാണ് നമ്മളിത് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നന്നായി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കൂട്ടാനൊക്കെ അടിപൊളിയായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഒന്ന് ബ്രൗൺ നിറം ആവുന്നത് വരെ വറുക്കണം. അതൊക്കെ ശരിയായി കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മൾ നോമ്പ് തുറക്കുള്ള ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ ഒരുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നേരം തേങ്ങ പൊളിച്ചപ്പോൾ
ഒരു മുളയുള്ള തേങ്ങ ഇട്ടിട്ട്. അപ്പോൾ അടിപൊളി ഒരു പൊങ്ങും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കൂടുതൽ ഹെൽത്തിയും കൂടിയാണല്ലോ നമുക്ക് പൊങ്ങ്. പിന്നെ ഇന്ന് മാമ്പഴ ജ്യൂസാണ്. മാമ്പഴം പച്ചയാണ് കേട്ടോ, പഴമായിട്ടില്ല. അപ്പോൾ അത് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോമ്പ് തുറക്കുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചിക്കനും ദോശയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങളും നല്ല കളിയാണ് കേട്ടോ. നമ്മളെ മനസ്സിന് ഒരു സന്തോഷം കിട്ടുന്ന കാര്യമാണ് ഇതൊക്കെ. ഇവരുടെ കളി കാണുമ്പോൾ എല്ലാ ടെൻഷനും ഇങ്ങോട്ട് പമ്പ കിടക്കും. അവരുടെ കളിയൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും. ഇവരെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.